واجعلنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ വല്യമ്മ മരിച്ചതിൻ്റെ ഒരു പ്രാർത്ഥനയും പരിപാടിയൊക്കെ ആയിട്ടാണ്. വല്യമ്മ മരിച്ചിട്ട് ഇപ്പോൾ 10 വർഷത്തിന് മേലെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്ന് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്തു, നമുക്ക് കൗതുകമുള്ള ഭാഗത്തേക്ക് തന്നെ വന്നിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ആയി. നമ്മൾ പ്രാർത്ഥന അധികം ഒന്നും കാണിച്ചിട്ടില്ല. ഫുഡും കാര്യങ്ങളൊക്കെ ആയി, എല്ലാവരും ഇരുന്നു. അപ്പോൾ ഉസ്താദുമാരും കാര്യങ്ങളൊക്കെ പ്രാർത്ഥനയ്ക്ക് ശേഷം അവർക്കുള്ള ഫുഡ് മുത്താപ്പന്മാരൊക്കെ കൊടുക്കാൻ റെഡി ആയിരുന്നു, കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കാക്കന്മാരൊക്കെ ഒരു സൈഡിലിരുന്ന് എല്ലാവരും കുറേ കാലത്ത് എന്ന് വെച്ചാൽ ഇതുപോലെ കൂടുന്നത് കുറവാണ്. എല്ലാവരും പൊതുവേ എന്തെങ്കിലും നോമ്പ് തുറയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമേ ഇങ്ങനെ എല്ലാവരും കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടിയാണ് നമ്മളെല്ലാവരും കൂടുന്നൊരു പരിപാടി. അപ്പോൾ അങ്ങനെയുള്ള കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് എല്ലാവരും മാക്സിമം വരാൻ ശ്രമിക്കും. കാരണം എല്ലാവരും ഒന്നിച്ച് കാണുന്ന സംഭവങ്ങളും എല്ലാവരും ഒന്നിച്ച് കിട്ടുകയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റെയറാണ്. കാരണം എല്ലാവരും ജോലിക്ക് പോകുന്നു, അങ്ങനെ കാര്യങ്ങൾ ഓരോ കാര്യങ്ങളായിട്ട് നമ്മളെല്ലാവരും ഒരു ഇത് മാക്സിമം മുത്തുമാവല്ലാത്ത ഒരുവിധം എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് അടിക്കായിരുന്നു. അപ്പോൾ കാക്കന്മാർ വിളമ്പി. ഞാൻ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഇരുന്നു കേട്ടോ, കാരണം ഫസ്റ്റ് ലൈനിൽ പിള്ളേരെല്ലാം ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കയറിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചോറ് ചിക്കനാണ് വലിയ മൂത്താപ്പ എനിക്ക് ചോറ് വിളമ്പിപ്പോൾ അതിൻ്റെ പിന്നാലെ ഷെപ്പിയൊക്കെ വന്നിട്ട് ചിക്കനും വിളമ്പി. അതിൻ്റെ പിന്നാലെ ആപ്പ വന്നിട്ട് ബീഫ് ഇട്ടു. അങ്ങനെ എല്ലാം കൊണ്ട് ഞങ്ങൾ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ നല്ല സംസാരവും കാര്യങ്ങളൊക്കെയാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, എല്ലാവരും കുറേ കാലത്തിന് ശേഷമുള്ള ആ ഒരു മീറ്റപ്പാണ്. കാരണം എല്ലാവരും കൂടെ ഉള്ളൊരു മീറ്റപ്പാണ്. അപ്പോൾ അതുകൊണ്ട് സംസാരിക്കാതിരിക്കും മിണ്ടാതിരിക്കുന്നു പറഞ്ഞാലൊന്നും അർത്ഥമില്ല. കലവില എന്തായാലും ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു രസം. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞ് അടുത്ത ട്രിപ്പ് ഓരോരുത്തർ ഇരുന്നു. അപ്പോൾ നമ്മൾ വിളമ്പാൻ കൂടി. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പോയി. അത് കഴിഞ്ഞ് വീട്ടിലുള്ള പിള്ളേരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹാജു ടീമൊക്കെ ഇരുന്നു. പരിപാടി ഉഷാറായി എന്തായാലും. ഓക്കെ.